5:24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ജ്ഞാനത്തിൻ്റെ ബുൾബുൾ ആയി തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. പരിശോധിക്കൂ, എത്ര പേരെ തനിക്ക് സമാനമാക്കി. ഓർമ്മയുടെ ചാർട്ട് എന്താണ്? ചോദ്യം: മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത ഏതൊരു പ്രോമിസാണ് ഭഗവാൻ തൻ്റെ കുട്ടികളോട് ചെയ്യുന്നത്? ഉത്തരം: ഭഗവാൻ പ്രോമിസ് ചെയ്യുന്നു, കുട്ടികളെ, ഞാൻ നിങ്ങളെ തൻ്റെ വീട്ടിലേക്ക് തീർച്ചയായും കൊണ്ടുപോകും. നിങ്ങൾ ശ്രീമത്തിലൂടെ നടന്ന് പാവനമാകുമെങ്കിൽ മുക്തിയിലും ജീവൻ മുക്തിയിലും പോകും. അല്ലെങ്കിൽ തന്നെ മുക്തിയിൽ ഓരോരുത്തർക്കും പോവുക തന്നെ വേണം. ആരെങ്കിലും ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ബലം പ്രയോഗിച്ചെങ്കിലും കണക്കുകൾ സമാപ്തമാക്കിച്ച് കൊണ്ടുപോകും. ബാബു പറയുന്നു, എപ്പോൾ ഞാൻ വരുന്നു അപ്പോൾ നിങ്ങളേവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഞാൻ സർവരെയും കൊണ്ടുപോകുന്നു. ഓം ശാന്തി. കുട്ടികൾക്ക് ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. സർവഗുണസമ്പന്നം 16 കലാസമ്പൂർണം എന്ന് എന്തെല്ലാം പാടപ്പെട്ടിരിക്കുന്നുവോ ഈ എല്ലാ ഗുണങ്ങളും ധാരണ ചെയ്യേണ്ടതുണ്ട്. പരിശോധിക്കണം, നമ്മളിൽ ഈ ഗുണം ഉണ്ടോ? കാരണം എന്താണോ ആകുന്നത് അവിടെ തന്നെയായിരിക്കും കുട്ടികളായ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്. ഇപ്പോൾ ഇത് പഠിക്കുന്നതിനെയും പഠിപ്പിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കും. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ എത്ര പേരെ പഠിപ്പിക്കുന്നു? സമ്പൂർണ്ണ ദേവത ആരുമായിട്ടില്ല. ചന്ദ്രൻ എപ്പോഴാണോ സമ്പൂർണ്ണമാകുന്നത് അപ്പോൾ എത്ര പ്രകാശിപ്പിക്കുന്നു? ഇവിടെയും കാണാൻ കഴിയുന്നു, നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ഇത് കുട്ടികൾക്കും മനസ്സിലാക്കാൻ സാധിക്കും, ടീച്ചറും മനസ്സിലാക്കുന്നു. ഓരോരോ കുട്ടിയിലും ദൃഷ്ടി പോകുന്നു, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കാര്യാർത്ഥം എന്ത് സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാ പുഷ്പങ്ങളെയും നോക്കുന്നു. എല്ലാവരും പുഷ്പമാണ്, പൂന്തോട്ടമാണല്ലോ. ഓരോരുത്തരും സ്വന്തം അവസ്ഥ അറിയുന്നു, തൻ്റെ സന്തോഷം അറിയുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ അതീന്ദ്രിയ സുഖമയ ജീവിതം അനുഭവപ്പെടുന്നു. ഒന്നാമതായി ബാബയെ വളരെയധികം ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് പിന്നെ റിട്ടേൺ ഉണ്ടാകുന്നത്. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകുന്നതിനായി കുട്ടികളായ നിങ്ങൾക്ക് വളരെ സഹജമായ ഉപായം പറഞ്ഞു തരുന്നു, ഓർമ്മയുടെ യാത്ര. ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മുടെ ഓർമ്മയുടെ ചാർട്ട് ശരിയായതാണോ? ആരെയെങ്കിലും തനിക്ക് സമാനവും ആക്കുന്നുണ്ടോ? കാരണം നിങ്ങൾ ജ്ഞാന ബുൾബുൾ ആണല്ലോ. ചിലർ പാരറ്റ്സ് ആണ്, ചിലർ മറ്റെന്തെങ്കിലുമാണ്. നിങ്ങൾക്ക് പ്രാവ് അല്ല, പാരറ്റ് അഥവാ തത്ത ആകണം. തൻ്റെ ഉള്ളിൽ സ്വയം ചോദിക്കുന്നത് വളരെ സഹജമാണ്. എത്രത്തോളം നമുക്ക് ബാബയുടെ ഓർമ്മയുണ്ട്, എത്രത്തോളം അതീന്ദ്രിയ സുഖത്തിലിരിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാകണമല്ലോ. മനുഷ്യൻ തന്നെയാണ്. മെയിൽ അഥവാ ഫീമെയിൽ രണ്ടുപേരും കാഴ്ചയിൽ മനുഷ്യനായി തന്നെയാണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾ ദൈവിക ഗുണം ധാരണ ചെയ്ത് ദേവതയാകുന്നു. നിങ്ങൾ അല്ലാതെ മറ്റാരും ദേവതയാകാൻ പോകുന്നവരേ അല്ല. ഇവിടെ വരുന്നത് തന്നെ ദൈവിക കുലത്തിൻ്റെ ഭാഗം ആകുവാനാണ്. അവിടെയും നിങ്ങൾ ദൈവിക കുലത്തിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങളിൽ ഏതെങ്കിലും രാഗദ്വേഷങ്ങളുടെ ശബ്ദം പോലും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ദൈവിക പരിവാരത്തിലേത് ആകുന്നതിനായി നല്ലവണ്ണം പുരുഷാർത്ഥം ചെയ്യണം. പഠിക്കേണ്ടതും നിയമമനുസരിച്ചാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അഥവാ രോഗാവസ്ഥ ആണ് എങ്കിൽ പോലും ബുദ്ധിയിൽ ശിവ് ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇതിൽ വായി ചലിപ്പിക്കേണ്ട കാര്യമില്ല. ആത്മാവ് അറിയുന്നുണ്ട് നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. ബാബ നമ്മളെ കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുന്നു. ഈ പ്രാക്ടീസ് വളരെ നന്നായി ആവശ്യമാണ്. എവിടെയായിരുന്നാലും ബാബയുടെ ഓർമ്മയിലിരിക്കൂ. ബാബ വന്നിരിക്കുന്നത് തന്നെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുവാനാണ്.
എത്ര സഹജമാണ്. ധാരാളം പേരുണ്ട്, അവർക്ക് കൂടുതൽ ധാരണ ചെയ്യാൻ സാധിക്കുന്നില്ല. ശരി, ഓർമ്മിക്കൂ, ഇവിടെ എല്ലാ കുട്ടികളും ഇരിക്കുന്നു. ഇവരിലും നമ്പർ വൈസാണ്. തീർച്ചയായും ആവുക തന്നെ വേണം. ശിവബാബയെ തീർച്ചയായും ഓർമ്മിക്കുന്നു. എല്ലാവരും മറ്റ് കൂട്ടുകെട്ട് വേർപെടുത്തി ഒരു കൂട്ടുകെട്ട് യോജിപ്പിക്കുന്നവരായിരിക്കും. മറ്റാരുടെയും ഓർമ്മ നിലനിൽക്കുന്നുണ്ടാകില്ല. എന്നാൽ ഇതിൽ അവസാനം വരെ പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും, പ്രയത്നിക്കേണ്ടതുണ്ട്. ഉള്ളിൽ സദാ ഒരു ശിവബാബയുടെ മാത്രം ഓർമ്മയുണ്ടായിരിക്കട്ടെ. എവിടെ ചുറ്റിക്കറങ്ങാൻ പോയാലും ഉള്ളിൽ ബാബയുടെ തന്നെ ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. വായി ചലിപ്പിക്കേണ്ട ആവശ്യമേയില്ല. സഹജമായ പഠനമാണ്. പഠിപ്പിച്ച് നിങ്ങളെ തനിക്ക് സമാനം ആക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെയാണ് കുട്ടികളായ നിങ്ങൾക്ക് പോകേണ്ടത്. ഏതുപോലെ സദോ പ്രധാന അവസ്ഥയോടെ വന്നുവോ ആ അവസ്ഥയിൽ വീണ്ടും പോകേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിക്കുന്നത് എത്ര സഹജമാണ്. വീട്ടിലെ ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സ്വയം തന്നെ പുഷ്പമാക്കണം. പരിശോധിക്കണം, നമ്മളിൽ ഏതെങ്കിലും കുഴപ്പങ്ങൾ ഇല്ലല്ലോ. വജ്രത്തിൻ്റെ ഉദാഹരണവും വളരെ നല്ലതാണ്. സ്വയം പരിശോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്വയമേ മാഗ്നിഫയിങ് ഗ്ലാസ് ആണ്. അപ്പോൾ തൻ്റെ പരിശോധന നടത്തണം. എന്നിൽ ദേഹാഭിമാനം അല്പം പോലും ഇല്ലല്ലോ. ഈ സമയത്ത് എല്ലാവരും പുരുഷാർത്ഥിയാണ്. എന്നാൽ എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ടല്ലോ. നിങ്ങൾ സർവർക്കും സന്ദേശം നൽകണം. ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത്രത്തിൽ ഇടുന്നതിന് ചിലവുണ്ടായാലും ഈ സന്ദേശം സർവർക്കും ലഭിക്കട്ടെ. പറയൂ, ഒരു ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമാകും, പവിത്രമാവുകയും ചെയ്യും. ഇപ്പോൾ ആരും പവിത്രമല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, പവിത്ര ആത്മാക്കൾ ഉണ്ടായിരിക്കുന്നതേ പുതിയ ലോകത്തിലാണ്. ഈ പഴയ ലോകം അപവിത്രമാണ്. പവിത്രമായ ഒരാൾ പോലും ഉണ്ടാവുക സാധ്യമല്ല. ആത്മാവ് എപ്പോഴാണോ പവിത്രമാകുന്നത് അപ്പോൾ പിന്നെ പഴയ ശരീരം ഉപേക്ഷിക്കുക തന്നെ വേണം. ഓർമ്മിച്ച് നിങ്ങളുടെ ആത്മാവ് പൂർണ്ണമായും പവിത്രമായി മാറും. ശാന്തിധാമത്തിൽ നിന്നും പൂർണ്ണമായും പവിത്ര ആത്മാവായ നമ്മൾ വന്നു. പിന്നെ ഗർഭകൊട്ടാരത്തിൽ ഇരുന്നു. പിന്നെ ഇത്രയും പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ ചക്രം പൂർത്തിയാക്കി. വീണ്ടും ആത്മാക്കളായ നിങ്ങൾ തൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ നിന്നും പിന്നെ സുഖധാമത്തിൽ വരും. അവിടെ ഗർഭകൊട്ടാരമുണ്ടായിരിക്കും. എന്നിരുന്നാലും ഉയർന്ന പദവി നേടുന്നതിനായി പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഇത് പഠനമാണ്. ഇപ്പോൾ നരകം അഥവാ വേശ്യാലയം വിനാശമായി ശിവാലയം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സർവർക്കും തിരികെ പോകേണ്ടതുണ്ട്. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോയി പുതിയ ലോകത്തിൽ പ്രിൻസസ് ആകും. ചിലർ മനസ്സിലാക്കും നമ്മൾ പ്രജയിലേക്ക് പോകുമെന്ന്. ഇതിൽ തീർത്തും ലൈൻ ക്ലിയർ ആയിരിക്കണം. ഒരു ബാബയുടെ തന്നെ ഓർമ്മയുണ്ടായിരിക്കട്ടെ, മറ്റൊന്നും ഓർമ്മ വരരുത്. ഇതിനെ പവിത്ര ബെഗർ എന്ന് പറയുന്നു. ശരീരം പോലും ഓർമ്മയുണ്ടായിരിക്കരുത്. ഇത് പഴയ മോശമായ ശരീരമാണല്ലോ. ഇവിടെ ജീവിച്ചിരിക്കെ മരിക്കേണ്ടതുണ്ട്. ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. തൻ്റെ വീടിനെ മറന്നുപോയിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ ഈ നാടകം പൂർത്തിയാകുന്നു. ബാബ മനസ്സിലാക്കിക്കുന്നു, നിങ്ങളേവരും വാനപ്രസ്ഥയാണ്. മുഴുവൻ വിശ്വത്തിലും ഏതെല്ലാം മനുഷ്യരുണ്ടോ ഈ സമയത്ത് എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാ ആത്മാക്കളെയും വാണിക്കുപരി കൊണ്ടുപോകുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ചെറിയവരും മുതിർന്നവരും എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. വാനപ്രസ്ഥം എന്ന് ഏതിനെയാണ് പറയുന്നത്? ഇതും നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല. നേരെ പോയി ഗുരുവിനെ സ്വീകരിച്ചിരുന്നു. നിങ്ങൾ ലൗകിക ഗുരുക്കന്മാരിലൂടെ പകുതി കൽപ്പം പുരുഷാർത്ഥം ചെയ്തു വന്നു. എന്നാൽ ജ്ഞാനം യാതൊന്നുമില്ല.
ഇപ്പോൾ ബാബ സ്വയം പറയുന്നു, നിങ്ങൾ ചെറിയവരും മുതിർന്നവരും എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. മുക്തി സർവർക്കും ലഭിക്കണം. ചെറിയവരും വലിയവരും എല്ലാം ഇല്ലാതായി പോകും. ബാബ വന്നിരിക്കുകയാണ് സർവരെയും വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ. ഇതിൽ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ ദുഃഖം അനുഭവപ്പെടുന്നു. അതിനാൽ തൻ്റെ വീടായ സ്വീറ്റ് ഹോമിനെ ഓർമ്മിക്കുന്നു. വീട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അറിവില്ല. പറയുന്നു, ആത്മാക്കളായ നമുക്ക് ഇപ്പോൾ ശാന്തി വേണം. ബാബു പറയുന്നു, എത്ര സമയത്തേക്ക് വേണം? ഇവിടെയാണെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഇവിടെ ആർക്കും ശാന്തമായിരിക്കാൻ സാധിക്കില്ല. പകുതി കൽപ്പം ഈ ഗുരുക്കന്മാരും മറ്റും നിങ്ങളെ കൊണ്ട് വളരെ പ്രയത്നം ചെയ്യിച്ചു. പ്രയത്നം ചെയ്ത് അലഞ്ഞ് കൂടുതൽ അശാന്തമായി മാറി. ഇപ്പോൾ ആരാണോ ശാന്തിധാമത്തിൻ്റെ യജമാനൻ, ആ ഒന്ന് വന്ന് എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നു, പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഭക്തി ചെയ്യുന്നത് തന്നെ നിർവാണധാമത്തിൽ പോകുന്നതിനാണ്, മുക്തിക്ക് വേണ്ടിയാണ്. നമ്മൾ സുഖധാമത്തിലേക്ക് പോകട്ടെ എന്ന് ആരുടെയും മനസ്സിൽ ഒരിക്കലും വരില്ല. എല്ലാവരും വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. നിങ്ങളാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്യുന്നത് സുഖധാമത്തിൽ പോകുന്നതിനാണ്. അറിയുന്നുണ്ട്, ആദ്യം വാണിക്കുപരി അവസ്ഥ തീർച്ചയായും വേണം. ഭഗവാനും പ്രോമിസ് ചെയ്യുന്നു കുട്ടികളോട്, ഞാൻ നിങ്ങൾ കുട്ടികളെ തൻ്റെ വീട്ടിലേക്ക് തീർച്ചയായും കൊണ്ടുപോകും. അതിനുവേണ്ടി നിങ്ങൾ പകുതി കൽപ്പം ഭക്തി ചെയ്തു. ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടക്കുമെങ്കിൽ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകും. അല്ലാത്ത പക്ഷം ശാന്തിധാമത്തിൽ എല്ലാവർക്കും പോവുക തന്നെ വേണം. ആരെങ്കിലും പോകാൻ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഡ്രാമയനുസരിച്ച് എല്ലാവർക്കും തീർച്ചയായും പോകേണ്ടതുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ വന്നിരിക്കുകയാണ് സർവരെയും തിരികെ കൊണ്ടുപോകുവാൻ. ബലം പ്രയോഗിച്ചും കണക്കുകൾ സമാപ്തമാക്കിച്ച് കൊണ്ടുപോകും. നിങ്ങൾ സത്യയുഗത്തിൽ പോകുന്നു. മറ്റുള്ളവരെല്ലാം വാണിക്കുപരി ശാന്തിധാമത്തിൽ ഇരിക്കുന്നു. ആരെയും വിടുകയില്ല. വരുന്നില്ലെങ്കിൽ പോലും ശിക്ഷകൾ നൽകി അടിയും പ്രഹരവും ഏൽപ്പിച്ചും കൊണ്ടുപോകും. ഡ്രാമയിൽ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. അതിനാൽ തൻ്റെ സമ്പാദ്യം ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ പദവിയും നല്ലത് ലഭിക്കും. അവസാനം വരുന്നവർ എന്ത് സുഖം നേടുവാനാണ്? ബാബ എല്ലാവരോടും പറയുന്നു, തീർച്ചയായും പോകേണ്ടതുണ്ട്. ശരീരങ്ങൾക്ക് തീ പിടിക്കും. പിന്നെ എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകും. ആത്മാക്കൾക്ക് തന്നെയാണ് എന്നോടൊപ്പം വരേണ്ടത്. എൻ്റെ മതമനുസരിച്ച് സർവഗുണസമ്പന്നവും 16 കലാ സമ്പൂർണവും ആകുമെങ്കിൽ പദവിയും നല്ലത് ലഭിക്കും. വന്ന് നമുക്കേവർക്കും മൃത്യു നൽകൂ എന്ന് നിങ്ങൾ വിളിച്ചുവല്ലോ. ഇപ്പോൾ മൃത്യു വരാൻ പോവുകയാണ്. ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. മോശമായ ശരീരങ്ങൾ അവശേഷിക്കേണ്ടതില്ല. വിളിച്ചത് തന്നെ തിരികെ കൊണ്ടുപോകൂ എന്നാണ്. ഇപ്പോൾ ബാബു പറയുന്നു, കുട്ടികളെ, ഈ മോശമായ ലോകത്തിൽ നിന്നും നിങ്ങളെ തിരികെ കൊണ്ടുപോകും. നിങ്ങളുടെ സ്മാരകവും നിൽക്കുന്നു. ദിൽവാല ക്ഷേത്രമുണ്ടല്ലോ, ഹൃദയം കവരുന്നതിൻ്റെ ക്ഷേത്രമാണ്. ആദിദേവൻ ഇരിക്കുകയാണ്. ശിവബാബയുമുണ്ട്. ബാബ് ദാദ രണ്ടുപേരുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബാബ വിരാജിതനാണ്. നിങ്ങൾ അവിടെ പോകുമ്പോൾ ആദിദേവനെ കാണുന്നു. നിങ്ങളുടെ ആത്മാവ് അറിയുന്നുണ്ട്, ഇത് ബാബ് ദാദയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഏതൊരു പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നോ അതിൻ്റെ അടയാളമായി സ്മാരകം നിൽക്കുന്നു. മഹാരഥിയും കുതിരസവാരിയും കാലാളുമുണ്ട്. അത് ജഡമാണ്, ഇത് ചൈതന്യമാണ്. മുകളിൽ വൈകുണ്ഠവുമുണ്ട്. നിങ്ങൾ മോഡൽ കണ്ടിട്ട് വരുന്നു. ദിൽവാഡ ക്ഷേത്രം എങ്ങനെയുള്ളതാണ്? നിങ്ങൾ അറിയുന്നുണ്ട്, കൽപ്പകൽപ്പങ്ങളിൽ ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെ ഉണ്ടാക്കപ്പെടുന്നു. അത് നിങ്ങൾ പോയി കാണും. ചിലരൊക്കെ കുഴങ്ങിപ്പോകുന്നു. ഈ പർവ്വതങ്ങളെല്ലാം പൊട്ടി തകർന്ന ശേഷം വീണ്ടും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണെങ്കിൽ സ്വർഗവുമില്ല.
പിന്നെ അതെങ്ങനെ വരും? പുരുഷാർത്ഥത്തിലൂടെ എല്ലാം തയ്യാറാകുന്നുവല്ലോ. നിങ്ങൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു സ്വർഗത്തിലേക്ക് പോകുന്നതിനായി. ചിലരാണെങ്കിൽ ആശയക്കുഴപ്പത്തിൽ വന്ന് പഠനം തന്നെ ഉപേക്ഷിക്കുന്നു. ബാബ പറയുന്നു, ഇതിൽ കുഴങ്ങിപ്പോകേണ്ട ഒരു കാര്യവുമില്ല. അവിടെ നമ്മുടെ സർവ്വതും നമ്മൾ നിർമ്മിക്കും. ആ ലോകം തന്നെ സദോ പ്രധാനമാകും. അവിടെയുള്ള ഫലപുഷ്പങ്ങളും മറ്റുമെല്ലാം കണ്ട ശേഷം വരുന്നു ഷോബീരസ്, അതായത് പഴച്ചാറുകൾ കുടിക്കുന്നു. സൂക്ഷ്മവദനത്തിലും മൂലവദനത്തിലും ഇതൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഉള്ളത് വൈകുണ്ഠത്തിലാണ്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. ഈ നിശ്ചയം ഉറച്ചതാകണം. പിന്നെ ആരുടെ ഭാഗ്യത്തിലില്ലെങ്കിൽ പറയും, ഇതെങ്ങനെ സംഭവ്യമാകും? വജ്രാഭരണങ്ങളൊന്നും ഇപ്പോൾ കാണപ്പെടുന്നതേയില്ല. അത് പിന്നെ എങ്ങനെ ഉണ്ടാകും? പൂജ്യർ എങ്ങനെയാകും? ബാബ പറയുന്നു, ഈ കളി തയ്യാറാക്കപ്പെട്ടതാണ്, പൂജ്യൻ്റെയും പൂജാരിയുടെയും. നമ്മൾ തന്നെ ബ്രാഹ്മണനും ദേവതയും ക്ഷത്രിയനും. ഈ സൃഷ്ടിചക്രം അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ പറയുന്നു, ബാബ കഴിഞ്ഞ കൽപ്പത്തിലും അങ്ങയുമായി കണ്ടുമുട്ടിയിരുന്നു. നമ്മുടെ തന്നെ സ്മാരക ക്ഷേത്രം മുന്നിൽ നിൽക്കുകയാണ്. ഇതിനുശേഷം തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഈ ചിത്രങ്ങൾ ഏതെല്ലാമുണ്ടോ ഇതിൽ അതിശയമുണ്ട്. എത്ര താല്പര്യത്തോടെ വന്ന് കാണുന്നു. മുഴുവൻ ലോകത്തിലും എവിടെയും ആരും കണ്ടിട്ടില്ല. ആർക്കും ഇങ്ങനെയുള്ള ചിത്രമുണ്ടാക്കി ജ്ഞാനം നൽകാൻ സാധിക്കില്ല, കോപ്പി ചെയ്യുവാൻ സാധിക്കില്ല. ഈ ചിത്രം ഖജനാവാണ്. അതിലൂടെ നിങ്ങൾ പദമാപദം ഭാഗ്യശാലിയാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ഓരോ ചുവടിലും പദമമാണ്. പഠനത്തിൻ്റെ ചുവടാണ്. എത്രത്തോളം യോഗം വയ്ക്കുമോ, എത്രത്തോളം പഠിക്കുമോ അത്രയും പദമമാണ്. ഒരു ഭാഗത്ത് മായയും ഫുൾ ഫോഴ്സിൽ വരും. നിങ്ങൾ ഈ സമയത്ത് തന്നെയാണ് ശ്യാമസുന്ദരം ആകുന്നത്. സത്യയുഗത്തിൽ നിങ്ങൾ സുന്ദരമായിരുന്നു, ഗോൾഡൻ ഏജ്ഡ്. കലിയുഗത്തിൽ ശ്യാമവും അയൺ ഏജ്ഡുമാണ്. ഓരോ വസ്തുവും ഇങ്ങനെയായിരിക്കും. ഇവിടെയാണെങ്കിൽ ഭൂമിയും തരിശാണ്, അവിടെയാണെങ്കിൽ ഭൂമിയും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഓരോ വസ്തുവും സദോ പ്രധാനമായിരിക്കും. നിങ്ങൾ ഇങ്ങനെയുള്ള രാജധാനിയുടെ അധികാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അനേകം തവണ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള രാജധാനിയുടെ അധികാരിയാകുന്നതിനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. പുരുഷാർത്ഥമില്ലാതെ പ്രാപ്തി എങ്ങനെ നേടുവാനാണ്? പ്രയാസമൊന്നുമില്ല. മുരളി അച്ചടിക്കുന്നു. മുന്നോട്ടു പോകവേ ലക്ഷങ്ങളുടെയും കോടികളുടെയും സംഖ്യയിൽ അച്ചടിക്കും. കുട്ടികൾ പറയും, പൈസ എന്തെല്ലാമുണ്ടോ അത് യജ്ഞത്തിൽ വിനിയോഗിക്കട്ടെ. സൂക്ഷിച്ചിട്ട് എന്തു ചെയ്യുവാനാണ്? മുന്നോട്ടു പോകവേ നോക്കണം എന്തെല്ലാമാണ് നടക്കുന്നത്. വിനാശത്തിൻ്റെ തയ്യാറെടുപ്പുകളും കണ്ടുകൊണ്ടിരിക്കും. റിഹേഴ്സൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ശാന്തി ഉണ്ടാകും. കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. വളരെ സഹജമാണ്. കേവലം ബാബയെ ഓർമ്മിക്കണം. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ ശരീരത്തെയും മറന്ന് പൂർണ്ണമായും പവിത്ര ബഗർ ആകണം. ലൈൻ ക്ലിയർ ആക്കി വയ്ക്കണം. ബുദ്ധിയിലുണ്ടായിരിക്കണം, ഇപ്പോൾ നാടകം പൂർത്തിയായി, നമ്മൾ നമ്മുടെ സ്വീറ്റ് ഹോമിലേക്ക് പോകുന്നു. പഠനത്തിൻ്റെ ഓരോ ചുവടിലും പദമമാണ്. അതിനാൽ നല്ല രീതിയിൽ ദിവസവും പഠിക്കണം. ദേവതാകുലത്തിലെ അംഗം ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. സ്വയം തന്നോട് ചോദിക്കണം, നമ്മളിൽ അതീന്ദ്രിയ സുഖം എത്രത്തോളം അനുഭവപ്പെടുന്നു? സന്തോഷം നിലനിൽക്കുന്നുണ്ടോ? വരദാനം: ബുദ്ധിയുടെ കൂട്ടിലൂടെയും സഹയോഗത്തിൻ്റെ കൈയിലൂടെയും ആഹ്ലാദം അനുഭവിക്കുന്ന ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ. സഹയോഗത്തിൻ്റെ അടയാളമായി കൈയിൽ കൈ കാണിക്കുന്നു. അതേപോലെ ബാബയുടെ സദാ സഹയോഗി ആകണം. ഇതാണ് കൈയിൽ കൈ. സദാ ബുദ്ധി കൊണ്ട്
കൂടെ ഇരിക്കുകയും വേണം. അതായത് മനസ്സിൻ്റെ താല്പര്യം ഒന്നിലായിരിക്കണം. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. ഗോഡ്ലി ഗാർഡനിൽ കൈയിൽ കൈ ചേർത്ത് ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ സദാ മനോരഞ്ജനത്തിലിരിക്കും. സദാ സന്തോഷവും സമ്പന്നവും ആയിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരായ ആത്മാക്കൾ സദാ ആഹ്ലാദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്ലോഗൻ: ആശീർവാദങ്ങളുടെ കണക്ക് ശേഖരിക്കാനുള്ള ഉപാധിയാണ് സന്തുഷ്ടമായി ഇരിക്കുക, സന്തുഷ്ടം ആക്കുക. ഓം ശാന്തി. അനുഭവപ്പെടും. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മനക്ഷത്രത്തിൽ എൻ്റെ മനസ്സിനെ സ്ഥിരമാക്കുന്നു. ഈ അന്തർമുഖതയാകുന്ന ഗുഹയിൽ ഞാൻ എൻ്റെ തപസ്വി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സ്വച്ഛവും ശക്തിശാലിയുമായ എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് ഹോളിയസ്റ്റും സ്വീറ്റസ്റ്റുമായ ബാബയുമായി മധുരമായ കൂടിക്കാഴ്ച ഞാൻ നടത്തുകയാണ്. ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ ആത്മീയ അലൗകിക നിറം എന്നിൽ പതിയുമ്പോൾ ഞാനും ഹോളി ഹംസമായി മാറുന്നു. എന്നിൽ അവിനാശി സന്തോഷം നിറയുന്നു. ഞാൻ എൻ്റെ ഹോളിയസ്റ്റ് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സങ്കല്പത്തിലോ സ്വപ്നത്തിലോ പോലും ഉള്ള അപവിത്രത പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഈ പരമ പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പരമോന്നതമായ ആത്മീയ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അനുഭവത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുന്നു.